ഇതെന്താ ചെറിയപ്പോ ഇതൊക്കെ മാനാളൊക്കെ അയൽക്കൂടും കൂടിയതാണുണ്ട്. പൊന്മാനുണ്ട്. പൊന്മാനോ ഇവിടെ കുത്തിരിക്കണൊക്കെ ചെറിയാപ്പൂന് ചായ കൊടുക്കാൻ നേരത്ത് കുത്തിരിക്കണ അതേ എടുത്തോ നോക്കട്ടെ ഒന്ന്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ബാക്ക്ഗ്രൗണ്ടില് ഞാനാണ്, മുന്നില് പോലെ ഉണ്ടാളാണ്. ഇൻട്രോയില് ഞാനല്ലോ കൊയങ്ങി 4-5 വട്ടായിട്ടോ ചെറിയാപ്പൂന്റെ പായി വെച്ചിന് കേറ്. അല്ല തിരിച്ച് അപ്പൊ എങ്ങട്ടാ പോണ് വിചാരിച്ചാല് അതും എങ്ങട്ടാ പോണേ ഓൻ പറയും. മീനെ കാണാന്, കൊരങ്ങനെ കാണാന്. അപ്പൊ ഞങ്ങള് പോട്ടെ. എങ്ങോട്ടറിയാ പോണ്? വണ്ടി വന്ന് അവിടുന്ന് പറഞ്ഞ പോലെ പാറി 4 ദിവസം കൊറേ മുന്നേ തന്നെ എന്നോട് ഈ റോഡരികില് ഇതൊക്കെ ഉണ്ടാവില്ല, മാനും കുരങ്ങനും കുറുക്കനൊക്കെ. അപ്പൊ അവിടെ പോണെന്ന് കൊറേ ആയി പറയണേ. അല്ലൊന്ന് സ്നേഹിച്ചു കൊണ്ടുപോകുന്നു. ഇനി വല്ല പുലിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കാനാ. അപ്പൊ ഞാൻ 4 ദിവസം 3 ദിവസം 2 ദിവസം മുമ്പ് എന്റെ കൂട്ടുകാരന്മാരൊപ്പം പോയി. ഞാൻ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല. ഞാൻ 2 ദിവസം മുമ്പ് പോയപ്പോ പിന്നെ ഞാൻ ഉറപ്പിച്ച കാര്യമാണ് എന്തെങ്കിലും കാണിക്കണം. ഏതായാലും നമ്മള് കണ്ടില്ലേ, പിന്നെ പോലും കാണണം എന്ന് വിചാരിച്ചു. മറ്റേത് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ പോലും കണ്ടില്ല വെച്ച് വലിയ സങ്കടമല്ല. ഇതിപ്പോ ഞാൻ കണ്ടു, അതുകൊണ്ട് പിന്നെ ജോലിയോടെ കാണിക്കാനുള്ള ഇതിൽ പോവുകയാണ്. അപ്പൊ ഓൽക്കുണ്ടോ പൂതി ഓൾറെഡി ഉള്ളതല്ലേ, അപ്പൊ ഒന്ന് പോലെ കാണിച്ചിട്ട് വരാം. നേരെ നട്ടുച്ചേക്കണുള്ളൂ. അപ്പൊ ഞങ്ങള് പോട്ടെ. ഇപ്പൊ പെരീന്നിറങ്ങി വണ്ടിമ കയറി കുത്തിരുന്നുള്ളൂ. ഹെൽമെറ്റ് ഒക്കെ നിർത്തുകയാണ്. കാരണം ഇന്നാളൊരു കൂടി നമ്മള് പോയിട്ടില്ലേ, ചെറിയാപ്പൂന് 2 ഹെൽമെറ്റ് ഇല്ല എന്ന് അവിടെ. പിന്നെ ഞങ്ങള് പോയിട്ടില്ല. അപ്പൊ ഞാൻ കാരണം പറയത്തില്ല, ഞാൻ ഹെൽമെറ്റ് പായൊന്നുണ്ടാവില്ലോ അപ്പൊ പോയോക്കട്ടെ. ഞങ്ങള് കാക്കും അമ്മായി ഓരൊക്കെ ഞങ്ങള് കൊണ്ടുപോയതാണ്. കഴിഞ്ഞ ഞങ്ങൾ പോയില്ല. എങ്ങനെ കാക്കും കളിക്കുന്ന ടൈമിലേ ഞങ്ങളുടെ ഫോട്ടോ ആദ്യം കണ്ടില്ലേ, പിന്നെ അത് അതിലെ പോയി ഞങ്ങള് അതിലൊക്കെ പോയതാണത്. അപ്പൊ ആ ടൈമില് പോയതാണ്. മറ്റേ ശേഖരില്ലേ, അപ്പൊ അന്ന് പോയതാണ്. അപ്പൊ അന്ന് കാറിലാണ്. കാറ് കയറി കഴിഞ്ഞാൽ എന്താ പറയാ, ബോധം ഉണ്ടാവൂല. ഞാനും മുന്നിരുന്നാലും നമുക്ക് ക്ഷീണം കൊണ്ട് വെച്ച് കഴിയൂല. അതൊക്കെ പോകുകയാണ്. അപ്പൊ ഏതായാലും കുറേ ദിവസം കുറെ കൊല്ലായിട്ട് പറയുന്നില്ലേ, 4-5 കൊല്ലായിട്ട് പറയുന്നത്. ചുരം കയറാൻ പോയിട്ട് നാള് പറഞ്ഞ വീട്ടിലേക്ക് പോകുന്നു. അതെ ഇവിടെ ഈ ഏരിയ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, ഞാൻ മിഞ്ഞാന്ന് കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ട പരിപാടി കാണിക്കാൻ ഒറ്റയടിക്ക് പോകാട്ടോ. അത് പ്ലാനിങ്ങോ കാര്യം അങ്ങനെ ഒന്നും ഇല്ലേ, ഇനി പറഞ്ഞ പോലെ പോകും. അപ്പൊ ഏതായാലും പോയോക്കട്ടെ. അങ്ങനെ നമ്മളിപ്പോ പോണ വഴിക്ക് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാ ചിലപ്പോ വണ്ടി എടുത്ത് വീഡിയോ അവർ അപ്ലോഡ് ആക്കാണ്ടായിന്. കാരണം നമ്മളിനി കേറി കഴിഞ്ഞാൽ അവിടെ റേഞ്ച് ഉണ്ടാവണമെന്നില്ല. അപ്പൊ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടിട്ട് സ്റ്റോറേജും ഉണ്ടാവില്ല. അപ്പൊ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് യൂട്യൂബ് ഡിലീറ്റ് ആക്കണം. അപ്പൊ അതിനും വേണ്ടി വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പൊ ഒരു 58 അപ്ലോഡിങ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കയറാൻ. ഇടയ്ക്കൽ കഴിഞ്ഞിട്ട് നിർത്തിയിട്ടാണ്. അങ്ങനെ നമ്മളെ പിന്നെ 2ാമത് വണ്ടി കയറി ഇപ്പൊ പോയോണ്ടിരിക്കുകയാണ്. മുളകട്ടിലും കാര്യമൊക്കെ നല്ല ആവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ മുളകുണ്ട് നിറച്ച ആൾക്കാരാട്ടോ. കാരണം മോളിയും കാര്യങ്ങളും നല്ല വെട്ടല് വെട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോയോണ്ടിരിക്കട്ടെ. അവിടെ എത്തിയിട്ട് മേലെ കയറി ചായ കുടിക്കണം. അവിടെ നല്ല ടേസ്റ്റ് ചായ ഉണ്ട്, പാൽ ചായ. ചായക്കല്ല വട, ഉള്ളിവട, നല്ല രസമുള്ള ഉള്ളിവട. അപ്പൊ കേറിനോട് തന്നെ ഒരു കടല. കല്യാണ പരിപാടി കൊണ്ടുപോകാനോ? അയ്യോ എനിക്കറിയില്ല, പക്ഷെ പിന്നെ ആനകൾ കൂടുതൽ ഇറങ്ങും പറയണേക്ക. എങ്ങനെ ഇത് വെട്ടിയാലേ ആനകളവിടെ മറിഞ്ഞിരിക്കും തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്. ചെറിയാപ്പൂനെ കണ്ടുകൊടുത്താണ് ഇച്ചറിയില്ല കേട്ടോ. അല്ല, മിഞ്ഞാന്ന് അങ്ങനെ പോയപ്പോ ചെക്കന്മാരൊക്കെ പറഞ്ഞേക്കാം. ഓലറിവാ നിങ്ങള് പോയപ്പോഴും വെട്ടിക്കണോ? അപ്പൊ അപ്പൊ ഇന്നാളെ അങ്ങടെ വന്നീനി ഊട്ടിക്കല്ല. അല്ല നിങ്ങള് കൂട്ടുകാരന് വരിക പോയില്ലേ?
ഫസ്റ്റ് ഞങ്ങൾ പോയത് ഊട്ടിയിൽ പോയി, രണ്ടാമത് പിന്നെ ഞങ്ങൾ പോയത് വയനാട്ടിലേക്ക്. അത് ചെറിയാപ്പൂന്റെ ഒരു ചായ പണിയെടുത്ത് പോയി. അയാളൊക്കെ നോക്കി അങ്ങനെ കേറി വെട്ടുകല്ലേ. പിന്നെ ചെറിയാപ്പൂന്റെ കൂട്ടുകാരൻ റിയാദത്തല്ലേ ആ കാക്കാന്റെ പെരിയിൽ പോയി അന്ന് ഫുഡൊക്കെ കഴിച്ച്. അന്ന് മഴക്കാലാണ്, പെരും മഴത്താണ് ഞങ്ങൾ പോയത്. അപ്പൊ അന്ന് പോയി. പിന്നെ പോണത് ഉപ്പാനായിട്ട് വെള്ളം മൈതിരി അടുത്തിട്ട് ആദ്യം ചെറിയാപ്പൂനായിട്ട് പോയി, പിന്നെ ആദ്യം ഷെബീക്ക് പോയി. അങ്ങനെ പോയ ഇങ്ങോട്ട് വരുന്നത് എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമില്ല, ഒന്നും തിന്നാൻ വാങ്ങി തരുന്ന ഒന്നുമില്ല, തിന്നാതെ ഇരുന്നോളും. പക്ഷെ ഇങ്ങോട്ട് വരുന്നത് രസമാണ്. ചെറിയപ്പോ അങ്ങനെയല്ല, തിന്നാനൊന്നും വേണ്ട. ആദ്യം ഞമ്മളാദ്യം ദുൽഖർ സൽമാനെ കഴിക്കണ്. ആദ്യം നോക്കിക്കോ മോനെ ആനത് ഓന് കന്നട ചെറിയാപ്പൂര് കൊടുത്തിരിക്കണ്. കണ്ണൊക്കെ പൊടി പറയിട്ടേ പെരും പൊടിയൊക്കെ. പക്ഷെ ഇവിടെ കയറിയപ്പോ പൊടിയില്ല അല്ലേ? അപ്പൊ അവിടെ വെച്ചതാണ്. കണ്ണ് കുഞ്ഞിൽ നിൽക്കുന്നോണ്ടില്ല, കണ്ണിലൊക്കെ ജന്തുക്കളൊക്കെ തെറിച്ചു. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇനി അവിടെ ഏകദേശം കുറച്ച് എത്തിയിട്ട് കാട്ടിത്തരാം. ചായ കുടിച്ചിറങ്ങിയതാട്ടോ. ചെറിയ ചായ കുടിച്ചിറങ്ങിയതാണ്. ഇവിടെ കൊറേ മുഖംമൂടി ഉണ്ട്. അതൊന്നിടത്ത് കൈ കുടിച്ചിട്ട് അതാ വേണ്ടി എനിക്ക് എന്താണ് നിങ്ങൾക്ക് തന്നില്ലേ ഞാൻ മുന്നില് ഇതിടുക എന്നെ ഇതിടണമെന്നാണ് പറയണേ. നോട്ടെ നീ പുലിയാവോ? ഇങ്ങനത്തെ ഒക്കെ പിരാന്താട്ടേന്. നോക്കട്ടെ. യാ മോനെ സിംഗു ഒറ്റക്കണ്ണുള്ളോ പുലിക്ക്? ചെറിയാപ്പൂ വടി ചമ്മന്തി. ഞാൻ സമൂസ കാറും തുടങ്ങിക്കണം. ഇവിടുന്ന് ഒരു വടിയും കിട്ടും, ചമ്മന്തിയും കിട്ടും, വടിയും കിട്ടും. കഴിഞ്ഞില്ലേ? അപ്പൊ ഞങ്ങളിനി ചായ കുടിച്ചിട്ടെ. ഇവിടെ കിട്ടുന്ന ചമ്മന്തിയാണെന്ന്. അപ്പൊ സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ആ പുലി അനക്ക് അടിച്ചട്ടെ ട്ടാ. കൊണ്ടായ ചീത്തറിയിട്ടോ, കൊണ്ടായ ചീത്തറിയിട്ടോ. എത്തിനാ എനിക്കത് കൊണ്ടായ ചീത്തറേ ചേച്ചി. ഇത് പറ്റിയുന്നുണ്ട്. ശുശു ധാര പറ്റിക്ക. ഓനാട്ടനോട് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. ഇനി മാറിയെന്ന് പറഞ്ഞു കടിച്ചു നമ്മളെ. അന്റെ പുലിന്റെ മുഖം മൂടി എന്നിട്ട് നോക്കാണ്. ഇത് പട്ടി എന്നെ നോക്കണേ. ഓനൊരു മുഖം മൂടി വാങ്ങിയതാട്ടോ. ഞാൻ വെച്ചോ. എന്നിട്ട് പട്ടി അത് കണ്ടിട്ട് പായ ഇതിനെ. പട്ടി വല്ല പുലി മുന്നിലേക്ക് വിചാരിച്ച് പായിട്ടോ. പട്ടി വിചാരിച്ചേ പട്ടിന്റെ മുന്നില് പുലിയാണ്. അതിൻ്റെ അത് പോയോക്ക പട്ടി കണ്ടിട്ടില്ലോനെ. വന്ന് ഏതാണ് മുതുമല ടൈഗർ റിസർവ് കടന്ന് ബോർഡർ കടന്ന് പോവാണ്. അങ്ങനെ നമ്മളെത്തി. മറ്റേ റോട്ടിന്നൊക്കെ പൊടി പറയില്ലേ, കണ്ണു കൂടെ ആകെ വെള്ളം വരുന്നുണ്ട്. മാൻ എന്തായാലും കാണുന്നാണ് പറയുന്നത്. അള്ളാക്കറിയാം. മാൻ പോയിട്ട് പൂച്ചക്കുട്ടിമാടെ തലങ്ങറി നമുക്ക് അടുത്ത കവാടത്തിരിക്കുന്ന. അങ്ങനെ ഞങ്ങള് കൊറേ വന്ന് ചെറിയാപ്പൂവിന്റെ ഡയലോഗ് അങ്ങ് തീർന്നു. മാനെ കണ്ട് അതിനെ പിടിച്ച പോലീസ് എവിടെ? ഇവിടെ ഫുള്ള് മാൻ കേട്ടോ. ആണാ പെണ്ണാ? കൊമ്പില്ലതാണ് അല്ലേ? എല്ലാ ജീവികളിലും
സൗന്ദര്യമുള്ളതാണ്. ആയിക്കോട്ടെ, ആയാല് അങ്ങനെ മാന് കഴിഞ്ഞ് ഇത്രയും നേരം കൊരങ്ങും മറ്റേ ഫസ്റ്റ് കവാട. ഇത് എപ്പത്തെ കവാട? രണ്ടാമത്തെ കവാട എത്തിയല്ലോ. മാനാളുണ്ട്, ആനല്ല. ഞാൻ ആനനൊക്കെ വിചാരിച്ചിരുന്നു ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ പുല്ലെന്നത്. പൂമ്പാറ്റാണ് മാത്രമുള്ള ഇവിടെ. മറ്റെന്റെ കൂട്ടുകാരിയൊക്കെ ഇന്നലെ മറ്റേ ആതിരപ്പള്ളി വെച്ചാട്ടല്ലേ ഓലെ കാണുന്നുണ്ട്. ഇവിടെ ആനാള് കൂട്ടായിട്ട് ഓളെ സ്റ്റോറി ഉണ്ടീനെ. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഒന്നുമില്ല. നോക്കി നോക്കട്ടെ, ഞാൻ അടുത്ത് എന്തേലും കാണണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു കാട്ടാനല്ലേ. ഞങ്ങൾ ആനനെ കണ്ടു, പക്ഷെ ഇങ്ങോട്ട് കാട്ടിനതാണ് കണ്ടില്ല. അത് പോയി. അവിടെ ആനനെ മെടുക്കണ സ്ഥലാണ് എന്ന് പറഞ്ഞു. ഇവിടെയാണ് പോലും. ഇത് കാട്ടാനാളല്ലേ? എന്നിട്ട് അവിടെ തന്നെ ഉണ്ടായില്ലേ? അപ്പൊ ആനനെ ഇങ്ങനെ നമ്മള് വന്ന് മാൻ കഴിഞ്ഞിട്ട് മയിലാളെ കണ്ടത് നല്ല രസമുണ്ട്. മയിലിന് വേണം വന്നിട്ട് കച്ചറ കൂടുകയാണ്. വരുമ്പോ പിടിച്ചരും കേട്ടോ. നടുവത്തിന് തന്നെ ആയിക്കോട്ടെ. ആണ് മയിലൊക്കെ പെണ്ണാണ്. വെയിലിന്റെ ഊക്കേറ്റ് അവിടെ തിളക്കണൊക്കെ കാട് കാണ്ടങ്ങള് ഇങ്ങനെ. ആയോ, അങ്ങനെ മാനിനെ കണ്ടു, മയിലിനെ കണ്ടു, മരക്കൊത്തിനെ കണ്ടു. കൊരങ്ങ് പിന്നൊന്നും കാണണല്ലേ. ആണ്. ഇനി എന്തിനൊക്കെ കാണുന്നു നോക്കാം. കഴിയുന്നതൊക്കെ കാട്ടിത്തരാം. പോയും കാര്യൊക്കെ നോക്കാം. ഒന്നാമത് ഫുള്ള് പച്ചപ്പ്, അതിന്റെ നടുവ് കൂടെ ഒരു കുഞ്ഞ് റോഡും ഒക്കെ പാടായിട്ടാണ് തോന്നുന്നുണ്ടല്ലേ. നമ്മള് ഫസ്റ്റ് കവാടം കഴിഞ്ഞ് രണ്ടാമത്തെ കവാടം ഇപ്പൊ കേറിയോണ്ട് നിൽക്കുകയാണ്. മാനാളൊക്കെ അവിടെ ഇവിടെയും കാണുന്നുണ്ട്, മയില് അങ്ങനെ ഓരോന്നിനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ഭുതം. ഇവിടെ കടുവുണ്ട്, പുലിണ്ട്, ആനുണ്ട്. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ ആ പൊയ്യിലിറങ്ങി കുളിച്ചിട്ടുണ്ട്. ഓർക്ക് വേറെ വയ്യില്ല. അതിന്റെ കാര്യം പേടിണ്ടാവൂലേ അമ്മക്കൊക്കെ ആണെങ്കി? പേടിണ്ടാവും. അപ്പൊ ഞങ്ങള് പറയട്ടെ, നമുക്ക് കാണുമ്പോ ഇത് പേടി. നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇഞ്ഞു പോണ കവാടത്തേക്ക് മുന്നത്തെ ആള് പറയുന്ന കേട്ട് പോകാം. എത്രയും നേരം അവിടെ നിർത്തിയിട്ടതാട്ടോ. സംഭവം നല്ല രസമുണ്ട്. മയില് ഇതെന്താ ചെറിയപ്പോ ഇതൊക്കെ മാനാളെ കയൽക്കൂടും കൂടിയതാണുണ്ട്. ഇവിടെ നിറച്ച് മാന്. ആ ഇരിക്കണ ഫുള്ള് മാനാട്ടോ. വറകും കൊള്ളി ഒന്നല്ല, കണ്ട വറകും കൊള്ളി അതിലുണ്ട്. പൊന്മാനുണ്ട്. പൊന്മാനോ? പൊന്മാനേ. ആ, അതിന് ഞങ്ങള് കണ്ടിട്ടില്ല. അറിയില്ലല്ലേ, പാവാണ്. അവന് പോയോക്കട്ടെ. മാന് ഞാനെങ്ങനെ വിചാരിച്ചത് ഒരു ആന, ഒരു കടുവ. ആയിക്കോട്ടെ, പായണേ. ലൈവ് ഇട്ടോണ്ടേ. അപ്പൊ ഏതായാലും ഇനി എന്തിനൊക്കെ കാണും നമുക്ക് നോക്കി നോക്കാം. ഒന്ന് ചിരിച്ചേ. ഇത് പിന്നാലെ കൂടെ നീച്ചിട്ട് വരെയപ്പോ കുത്തിരിക്കാണ്, നോക്കാണ് എല്ലാരെയും. അതിപ്പോ എന്താ പറയണേ? ഇതിനെന്തോ മനസ്സറിന് പറയാണ്ട് കേട്ടോ. അത് ആരേലും തിന്നാൻ തരുണ്ടോക്കി കുത്തിരിക്കാണ്. ഇങ്ങനല്ലേ വല്യപ്പാരൊക്കെ. അവിടെ ഉണ്ടോന്ന് ചെറിയ കുട്ടി. നിന്നെ തന്നെ നോക്കണ്ടല്ലോ. ഞാനതൊരു രസമായിട്ടാ.
ആക്കാൻ പിന്നെ കൊറേ ആൾക്കാരില്ലോണ്ട് നമ്മളെ മെച്ചി അത് ഒരേമാതിരി അത് കാലൊക്കെ നീട്ടി കുത്തിരിക്കണൊക്കെ കൊയങ്ങിക്കണ അത് അവിടെയൊക്കെ മാനാളാട്ടോ അത് ഫുള്ള് മാനാളാ ദാഗടാ ബൈക്കാരൊക്കെ വണ്ടി എടുത്തി കാണണൊക്കെ അപ്പൊ നമ്മള് കൊരങ്ങിനെ കണ്ടു സിംഹവാല കൊരങ്ങിനെ കണ്ട് അപ്പൊ ഇഞ്ഞും പോയോക്കട്ടെ ഏതൊക്കെയാന്ന് അറിയില്ല എന്തിനൊക്കെ കാണുംന്ന് അറിയില്ല ഭയങ്കര ആകാംക്ഷയിലാണ് ഇവിടെ ഒരാൾ ആനന്റെ മണൊക്കെ മണക്കുണ്ട് എന്നിട്ട് വണ്ടിയൊക്കെ സ്പീഡൊക്കെ കുറച്ചു ആനന്റെ മണാണ് ഓരോ ഇന്നലെ അന്ന് പോയെന്ന് ചെക്കന്മാരിപ്പോ പോയിക്കണ ഓലെന്തോ മൂപ്പിച്ച് ഇങ്ങനെ വിട്ടേക്കണ് എല്ലാ സത്യത്തിലും മണം കിട്ടി ആനന്റെ ആ ചൂര് ചാണകത്തൊക്കെ മണക്കണം മണം ആനന്റെ മണം ആന പിന്നിമാരവിടെ ശരിക്കില്ല അത് ആനന്റെ ആ ഏരിയ അവിടെ നിർത്തേണ്ടി നമുക്ക് നിർത്താൻ നിങ്ങളെ ചൂരേറ്റൊക്കെ നിർത്തിയാണ്ടല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ വരും മാനാളായാലും കൂട്ടാട്ട നോക്ക് അവിടെ വേറെന്തോ ഉണ്ട് ഒക്കെ മാനാള ബേക്കാണ് മാന്റെ ബേക്കാണ് ആ അങ്ങനെ ഉണ്ട് അതിനൊക്കെ അതിന് താടില്ല മാന് കണ്ടോ നോക്കണോ കഴിക്കാ കണ്ടോ നല്ല സ്നേഹം ആനപ്പിണ്ടി നോക്കേടൊക്കെ മാറി കിട്ടില്ലേ പറയുമ്പോ ആനപ്പിണ്ടി ജാഗ്രത ആകാ പുലി വരുവാ ഓന്റെ മുഖം മൂടി എന്നിട്ട് വല്ലതും വരിക ഒരു പുലിന്റെ ഒരു മുഖം മൂടി അന്നടക്ക് ഞങ്ങൾ റോട്ടില് അപ്പൊ ഇനി നമ്മൾ കാണാത്തൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വരുന്നുണ്ട് ഇനി ഒന്നുപാടെ പോയേക്കട്ടെ റൊമ്പട്ട് ഇതിട്ടോ കാണാൻ നല്ല രസമുണ്ട് നമുക്ക് ക്യാമറ എടുക്കണം ഒക്കെ കാണും വേണം അപ്പൊ അങ്ങനെ കണ്ട് നമ്മള് കാണുമ്പോ നമ്മൾ അറിയാതെ ക്യാമറ ഓണാക്കി പോവാണ് കാരണം കണ്ട ആകാംക്ഷയില് ആഗ്രഹം കഴിഞ്ഞില്ലേ ആഗ്രഹം ആനനെ കാണിച്ചോ സന്തോഷത്തോടെ കേട്ടു കൊറേ കാലായിട്ട് പറയുന്നതാണ് അതിന്റെ ഒരു എല്ലാം പാടെ വെച്ചിട്ട് വന്നത് നമ്മളിപ്പോ പോയി കൊറേ കണ്ടില്ലേ ഞാൻ അന്നയോടെ കണ്ട സന്തോഷല്ലേ അല്ലെങ്കിൽ നമ്മളെവിടെ അങ്ങനെ നമ്മളിവിടെ വെൽക്കം ടു കർണാടക എത്തിയോ കർണാടക സ്റ്റേറ്റ് ഇതുവരെ തമിഴ്നാട് കഴിഞ്ഞ് കർണാടക കർണാടകയില് കൊരങ്ങന്മാര കണി വന്ന് ഇവിടെ എത്തിക്കണം ഇവിടെ എന്തോ പൈസയും കാര്യമൊക്കെ അടിച്ചണം തോന്നുന്നുണ്ട് ബൈക്കായ എങ്ങനെ പറയുന്നുണ്ട് എന്താണ് കാറും ബൈക്കും ആയാലും റോഡ് ഏരിയയില് മയിൽ അതാണ് മയില് തിന്നോളിട്ടോ തിന്നോളി അത് നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെയോ കനത്തിലുണ്ട് എന്നാണ് ചെറിയാപ്പ് പറഞ്ഞത് അറിയില്ല ആനപ്പിണ്ടി ഇതാക്കണ അതാണ് ചൂര് ആ ചൂര് വേഗം അടിച്ചത് ഇവിടെ എന്താ അറിയുക അല്ലേ ഇവിടെ എന്താ അറിയൂ പ്രശ്നം കാട്ടില് ഫുള്ള് മരമുട്ടികളായതുകൊണ്ടേ അതൊക്കെ നമുക്ക് ജന്തുക്കളാണെന്ന് തോന്നുന്നു നല്ല ഷേപ്പിലുള്ള മരമുട്ടികളാണ് ആ കിടക്കുന്നത് അങ്ങനെ നമ്മളിപ്പോ ചായ കുടിച്ചാൽ ഒരു കടിയില് കയറിയതാണ് ആദൂനെ കണ്ടിട്ട് ഒരു കാക്ക മുട്ടായി കൊടുത്തിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടോ തൊളിച്ചരാ ഇങ്ങോട്ട് കൊണ്ടോ പൊളിച്ചരാ ചായ ഇത് ചായ അല്ലേ ഇതേപ്പോ ഞാൻ അതൊന്നും ഓർഡർ തന്നിങ്ങനെ നാട് കഴിയുമ്പോൾ ക്ലാസ്സിന്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട് ഒരാള് ചായക്ക് പൊറാട്ടയൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നു ഞാൻ അതൊന്നും ഒരു ഓർഡർ തന്നു അത് തിന്നാൻ കൊടുക്കണം ആനോ ആനോ പറഞ്ഞ പറച്ചിന്റെ പോക്കറ്റ് ഇവിടെ ആന ഏരിയയിലോ
അങ്ങനെ നമ്മള് ചായയുടെയും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോന്നോണ്ടിരിക്കുകയാണ്. ഫുള്ള് കൃഷിയാട്ടോ, മഞ്ഞള്, സൂര്യകാന്തി, അങ്ങനെ എന്തൊക്കെ. ഇയാളതാ കാണുന്നതൊക്കെ കാണുന്നില്ല, അവിടെയൊക്കെ ഫുള്ള് കൃഷിയാൾ കാണാൻ നല്ല രസം. പോയൊക്കെ അങ്ങനെ ഇപ്പൊ നമ്മള് ഒരു സ്ഥലമൊക്കെ കണ്ട് കവർ ചെയ്ത് തിരിച്ചു പോകുന്നു. ഒരാൾ ആന കണ്ടിട്ടില്ലാന്ന് കുത്താട്ടല് ഉറക്കിക്കണേ. എന്താ അത്? രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോണേ നട്ടു പോയി മനുഷ്യന്മാരുടെ റോട്ടിൽ പോലെ. പിന്നെ മൃഗങ്ങൾക്ക് വിരാന്ത. അത് ചെറിയാപ്പനോട് ചോദിച്ചു ഇനി നമ്മളെങ്ങട്ടാ പോണേന്ന് ചോദിച്ചു. അല്ലെ ചെറിയാപ്പൻ പറഞ്ഞേ പറഞ്ഞ ഓർമ്മണ്ട്, ഞാൻ കുയിന്താടി തിരിഞ്ഞിക്കണ അത് ഒറ്റ തിരിഞ്ഞിക്കല. അപ്പൊ വിളിച്ചിട്ട് മുണ്ടണമില്ല. ഓനാനെ കണ്ടിട്ടില്ലാന്ന് കുയിന്തളക്ക് നിക്കാണ്. ശരിയോ കാര്യം ഒന്നുമില്ലട്ടോ. ഇവിടെ കുയിന്തളക്ക് നിക്കാണ്. നല്ല കനത്തില് കനത്തിക്കണം. ആടിനെ വേണോ? അതോ ചിരിമ്പാടല്ലടാ. അതോ നമുക്ക് ചിരിയില്ലടാ. അവിടെ കനത്ത് തെറ്റിക്കണ്. എന്ത് പറഞ്ഞിട്ട് നോക്കണില്ല. നമ്മൾ എത്തി നമ്മൾ ആദൂന്റെ പരാതി തീർന്നിക്കണ്. കാട്ടത്തെ ആടിനെ കണ്ടിട്ടില്ലേലും പോവല്ലേ? ആന്ന് അതിനെ വാലില്ല കേട്ടോ. നിക്ക് കണ്ടോട്ടെ. അത് കാട്ടിൽ ഇനി എന്തായാലും ഒന്ന് അവിടെ ഉണ്ടാവും. അതിനൊക്കെ എന്താ ഓനെന്ത് വളർത്തുവാനാ അവിടെ? അത് ആന കണ്ടില്ലേ? ഒന്നാ ബോസിന്റെ മോത അങ്ങോട്ട് കുന്താവാൻ നല്ല ആദോച്ചോ ആന കണ്ടില്ലേ? അതാ ജങ്ങടയിലും പോ. മനസ്സിലായ നിങ്ങക്ക്? തിന്നോവല്ലേ? ഫുഡ് കഴിച്ചോ? ഇല്ലല്ലേ? ആയിക്കോട്ടെ, ഓക്കെ. ഒരു മൂട് മാന്തി പുറത്തറിയത് ബേക്കിലൊക്കെ വന്ന് മാന്താവട്ടോ. പോയിക്കോളി. അവിടെ ഒരാള് തെറ്റു കുത്തിരിക്കുന്നുണ്ട്. എന്താ അത്? എന്താണത്? അങ്ങനെ ഞങ്ങളിപ്പോ ഇവിടെ പാതിക്ക് ഇറങ്ങിയേക്കാണ്. പെരും മഴ കേട്ടോ, പോവാൻ പറ്റില്ല. ഭാഗ്യത്തിന് ലൈസൻസ് ഒക്കെ ഇട്ട പൈസ കിട്ടുന്നുണ്ട്. അത് കിട്ടി. ഞാൻ അതുകൊണ്ട് തലയിൽ കെട്ടി കൊടുക്കട്ടെ. മറ്റേ പുലിയൊക്കെ നനഞ്ഞൊട്ടി നിക്കാണ്. പെരും മഴ കേട്ടോ, കോട്ട് എടുത്തില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വരും വെയിലായതുകൊണ്ട് കോൺഫിഡൻസ് കൈവിട്ടുപോയി. ഞാൻ നടുവിലിരുത്തട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി എപ്പോഴാ വീഡിയോ എടുക്കാന്ന് അറിയില്ല. ചിലപ്പോ പെരിയിലെത്തിയിട്ടക്കാരം. ഇവിടെയൊക്കെ പെരും മഴയാണ്. അപ്പൊ ഇനി നമുക്ക് പിന്നെ കാണാം. അങ്ങനെ നമ്മളിപ്പോ പെരിയിലൊക്കെ എത്തി. നേരെ ഞങ്ങളിപ്പോ പെരിയിലൊക്കെ എത്തി. ഡ്രസ്സൊക്കെ മാറ്റി ഞാനൊന്ന് അങ്ങാടിക്ക് പോവുകയാണ്. വീഡിയോ വൈൻഡപ്പ് ആകുന്നു. അസ്സലാമലൈക്കും. ഞാൻ കട്ടാക്കൂല. ഞാൻ ഉള്ളതിനല്ലാത്തൊന്നും മാറ്റില്ലല്ലോ. ഗുളി കുടിച്ചിട്ടില്ല. നേരെ അവിടെ പോയതല്ലേ, അതിന്റെ ഒരു അളക്കുണ്ടാവും. അപ്പൊ വന്നേക്കിന് ചെറിയപ്പോ ചോറുന്ന് ഞങ്ങള് ചോറുന്നിട്ടില്ല. പൈച്ച് പുടുത്തം മുട്ടി നമ്മള് കൊണ്ടുപോയ എന്തേലും വാങ്ങി വെച്ചാൽ മാണ്ടാന്നേ പറയുള്ളൂ. അങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്ത് സാധനം ചോദിച്ചാലും വേണ്ട. അത് വേണ്ടേ? സംഗതി പൈസ ലാഭമാണ്. പക്ഷെ എന്നാലും രസം വേണ്ട നമുക്ക്. മുട്ടിക്കണോ? അപ്പൊ ഇവിടെ എത്തി കൊയങ്ങി പുടുത്തം വിട്ട് ഡ്രസ്സും കാര്യമൊക്കെ വാങ്ങി ഇവിടെ വെച്ചിരിക്കണ. അപ്പൊ നാളെ ആ പരിപാടി പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും പോകാൻ നോക്കട്ടെ. അല്ല ചെറിയപ്പോ പോകാൻ നോക്കട്ടെ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ആകാണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. അസ്സലാമു അലൈക്കും.